ശ്രീ പി സി ജോർജ്, ഇടുക്കിയിൽ നിന്ന് വീണ്ടും പ്രതിഷേധത്തിന്റെ വാർത്തയാണ് വരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ ഇടുക്കി ജില്ലയിൽ വീണ്ടും പ്രതിഷേധം. ദയാവധത്തിന് തയ്യാറെന്ന ബോർഡ് സ്ഥാപിച്ചുകൊണ്ടുള്ള വൃദ്ധ ദമ്പതികളുടെ പ്രതിഷേധം എങ്ങനെ നോക്കിക്കാണുന്നു ഈ സാഹചര്യത്തെ? സത്യത്തിൽ കേരളത്തിലെ ഗതി എന്താണെന്ന് ആരോട് പറയും? സത്യത്തിൽ വലിയ പ്രതിഷേധം മാത്രമല്ല, ലോകത്ത് ഒരു സ്ഥലത്തും ഉണ്ടാകാത്തത്ര അരക്ഷിത ബോധമല്ലേ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ജനങ്ങൾക്ക്. ഇവിടെ മുഖ്യമന്ത്രി ഇല്ല, മന്ത്രിമാരും ഇല്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നടന്ന് കുറെ നിവേദനം ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പഠിപ്പിച്ചു. ഒരു ഗുണവും ഇല്ല. കോടികൾ ചെലവഴിച്ച് മിച്ചം. മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും കുടുംബത്തിന് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ പണമുണ്ട്. വീട്ടിൽ ലിഫ്റ്റ് പിടിപ്പിക്കാൻ 40 ലക്ഷം, കക്കൂസ് ഉണ്ടാക്കാൻ 40 ലക്ഷം, ഇവിടെ ഇങ്ങനെയൊക്കെ ലക്ഷങ്ങളൊക്കെ ചെലവഴിക്കും. പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാൻ കാശില്ല. അതിലൊക്കെ ക്ഷേമ പെൻഷൻ എത്ര ഭീകരമാണ്. 2500 രൂപ ക്ഷേമ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പഠനത്തിൽ എഴുതി വെച്ചിട്ടാണ് ഇവന്മാര് മത്സരിച്ച് ജയിച്ച് 99 MLA-മാരായിട്ട് വന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി എടുക്കുന്നത്. 2500 വേണ്ട, 1600 ഇപ്പൊ ഉണ്ട്. അതൊന്നും കൊടുക്കണ്ടേ? അത് കൊടുക്കുന്നില്ല. പോരെ 1600 നിൽക്കുക. 2500 ആക്കുമെന്ന് പറഞ്ഞതാ. യാതൊരു വാക്കിന് വിലയില്ലാതെ മനുഷ്യ വഞ്ചനയായിട്ട് ഇന്നിപ്പൊ നോക്കിയപ്പം ഇന്നലെ നോക്കിയപ്പോ ഡൽഹിയിൽ പോയി കുത്തിയിരിക്കുക. എന്തിനാ? 55,000 കോടി രൂപ കിട്ടാനുണ്ടെന്ന്. ഞാൻ ചോദിക്കട്ടെ, 4,27,000 കോടി രൂപ നഷ്ടത്തിലുള്ള കടമാക്കിയിരിക്കുന്ന കേരള സർക്കാരിന് 55 ലക്ഷം കോടി എന്തിനാ? 55,000 കോടി കിട്ടിയില്ലെന്നാണല്ലോ പിണറായി പറയുന്നത്. 55,000 കിട്ടിയ വല്ലാവോ? 4,27,000 കോടി രൂപ കടമില്ലേ കൊടുത്തു തീർക്കാൻ? ഈ യഥാർത്ഥ സത്യം എന്താ? നിർമ്മലാ സീതാരാമൻ അല്ല മാത്രം കേൾക്കണ്ട, ഇവിടെ ബാലഗോപാലിനെ കേൾക്കാം. മന്ത്രി, കേരളത്തിലെ ധനകാര്യമന്ത്രി, അയാള് നിർമ്മലാ സീതാരാമനുള്ള ചർച്ചയിൽ എന്താ പറഞ്ഞ് 3,100 കോടി രൂപ കിട്ടാനുണ്ടെന്ന്. അപ്പൊ നിർമ്മലാ സീതാരാമൻ കേന്ദ്രമന്ത്രി എന്നാ പറയുക? ശരിയാ, കൊടുക്കാനുണ്ട്. അത് എപ്പോ വേണേ കൊടുക്കാം. പക്ഷെ കൊടുത്ത കാശിന്റെ കണക്ക് കിട്ടണം, അല്ല കൊടുക്കാൻ പറ്റിയല്ല. അത് ന്യായമല്ലേ? അപ്പം കൊടുത്ത കാശ് അതിന്റെ കണക്ക് കിട്ടിയിട്ടില്ല. കണക്ക് കിട്ടാൻ അത് നിയമമനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല. ആ കാശ് കൊടുക്കാൻ അതിന് കണക്ക് കൊടുക്കാൻ പറ്റാത്ത എന്നാ പറ്റ്? ആ കാശ് വകുപ്പ് മാറ്റി ചെലവഴിച്ചിരിക്കുക, കള്ളപ്പണം. ആ കള്ളത്തരം കാണിക്കാൻ പുറത്തു വരും. അതുകൊണ്ട് ചെലവഴിച്ച കാശിന് കണക്കില്ല. ഇതിങ്ങനെ ഈ കേരളത്തിൽ ഇതുപോലെ നശിപ്പിച്ചല്ലോ. ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നില്ല നമ്മളെന്ന് ഓർക്കുമ്പോൾ. കേരളത്തിൽ ജനിച്ചത് പോലും തെറ്റായി പോയില്ല എന്ന് ചിന്തിക്കുന്ന നിലയിലേക്ക് ജനം പോവല്ലേ. മുഴുവൻ മനുഷ്യൻ നാട് വിട്ടു പോവല്ലേ. ഇതിന്റെ തിരുവനന്തപുരം ഇടുക്കിയിലെ ഒരു സ്ത്രീ, ഒരു കുടുംബം മാത്രമല്ല, വേറെ വല്യമ്മച്ചി നടുകളോട് കുത്തിയിരിപ്പുണ്ട്. 95 വയസ്സ്, പെൻഷൻ കിട്ടിയിട്ടില്ല. പൊന്നമ്മച്ചി. അതൊക്കെ പൊതുപ്രവർത്തകരും ഇപ്പൊ ആ കുടുംബത്തെ സഹായിക്കാൻ നമ്മുടെ അവിടുത്തെ BJP-യുടെ പ്രവർത്തകർ ഇങ്ങനെ തിരിച്ചു മനസ്സിലാക്കും. BJP ഇടുക്കി ജില്ലാ അധ്യക്ഷൻ നേരത്തെ ടെലിഫോൺ ലൈനിൽ സംസാരിച്ചിരുന്നു. ശ്രീ സന്തോഷാണ് സംസാരിച്ചത്, ശ്രീ പി സി ജോർജ്. അത് മാത്രമല്ല, ക്ഷേമ പെൻഷൻ ലഭിക്കാത്തവരുടെ ലിസ്റ്റ് തന്നെ പാർട്ടി എടുക്കാൻ തയ്യാറാണ്. എടുക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാം ഒക്കുന്ന രീതിയിൽ ആശ്വാസം, അത് അത്രയും ചെയ്യാൻ സാധിക്കും. പക്ഷേ ശ്രീ പി സി ജോർജ്, അതിനും ഈ ക്യാപ്സ്യൂളുകൾ ഇറക്കുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് ഇവരൊക്കെ പറയുന്നത്. സഹായിക്കാൻ പോകുന്നില്ല. ഇവരൊക്കെ ഈ പ്രതിഷേധവുമായി ഇറങ്ങുന്നത് തന്നെ, മറിയക്കുട്ടി അമ്മച്ചിയുടെ കാര്യം അറിയാമല്ലോ, അതും ആദ്യം കോൺഗ്രസ് ആണ് ഇവരെ കൊണ്ടുവന്ന്, പിന്നീട് BJP ആണ് എന്നൊക്കെ പറഞ്ഞ അത്തരത്തിൽ ആക്ഷേപിക്കുക കൂടിയാണ്. അതായത് സഹായിക്കാൻ നമ്മൾ രാഷ്ട്രീയക്കാർ ശ്രമിച്ചാൽ ഉടനെ അത് രാഷ്ട്രീയമായി കുറ്റമായി. അതായത് തിരികെ തീറ്റി കയറിയ പട്ടിയുടെ സ്വഭാവമായി. ഇവരൊക്കെ സഹതാപം മാത്രം പ്രതിഷേധിക്കണം, സഹതപിച്ചിട്ട് കാര്യമില്ല. ഈ കേരളം എങ്ങോട്ടാ പോകുന്നതെന്ന് ആലോചിക്കണം. ഡൽഹിയിൽ പോയി കുത്തിയിരിക്കുക, ഒന്ന് ആലോചിച്ച്. അവിടെ പ്രധാനമന്ത്രി ഇതൊക്കെ രസമല്ലെന്ന് ഡൽഹിയിൽ പോയി ജനങ്ങളെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സത്യാഗ്രഹം ഇരിക്കുക. രഹസ്യമായിട്ട് പ്രധാനമന്ത്രി അടുക്കള കയറി ചെല്ലുക. അതാ ഇതൊക്കെ സങ്കടം. മനുഷ്യക്കളിപ്പില്ല. ഇത് വളരെ മോശമാണ് ചെയ്യുന്നതെന്ന് എന്റെ അഭിപ്രായം. വളരെയധികം നന്ദി ശ്രീ പി സി ജോർജ്. രോഷം മനസ്സിലാകുന്നുണ്ട്.